കരിപ്പത്ത് കോവിലകത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന ആസ്ഥാനകുളം 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം നവീകരിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ കോലത്തിരി രാജവംശത്തിൻ്റെ ആദിരൂപമായിരുന്ന കരിപ്പത്ത് കോവിലകം നിലനിന്നിരുന്ന 52 ഏക്കർ ഭൂവിസ്തൃതിയുള്ള പ്രദേശം 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തത്. കരിപ്പത്ത് കോവിലകം നിലനിന്നിരുന്ന സ്ഥലമാണ് പിന്നീട് കരിമ്പമായി മാറിയത്. ഇവിടെ കോവിലകത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന പൗരാണികമായ കുളം 1904-ൽ കരിമ്പം ജില്ലാ കൃഷി ഫാം ആരംഭിച്ച കാലത്ത് കൃഷി ആവശ്യങ്ങൾക്കുള്ള ജലം ശേഖരിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കൃഷി ആവശ്യങ്ങൾക്ക് കരിമ്പം പുഴയിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ കുളിക്കാനും തുണി അലക്കാനുമായി കുളം ഉപയോഗപ്പെടുത്തിയിരുന്നു. ഫാമധികൃതർ ചുറ്റുമതിൽ നിർമ്മിച്ചതോടെ കഴിഞ്ഞ നൂറ്റാണ്ടിലേറെയായി കുളം കാടുമൂടിയ നിലയിലായിരുന്നു. ഇത് നവീകരിക്കണമെന്നാവശ്യവുമായി നാട്ടുകാർ മുഖ്യമന്ത്രിക്കുൾപ്പെടെ നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ കരിമ്പം ജില്ലാ കൃഷി ഫാമിൽ നബാർഡിൻ്റെ സഹായത്തോടെ നടന്നു വരുന്ന 8 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുളം നവീകരിക്കുന്നത്. 29 മീറ്റർ നീളത്തിലും 19 മീറ്റർ വീതിയിലുമായി നവീകരിക്കുന്ന കുളത്തിന് 6 മീറ്റർ ആഴവും ഉണ്ടാകും. കുളത്തിൽ നിന്ന് മണ്ണ് നീക്കി തുടങ്ങിയതോടെ വലിയ തോതിൽ ഉറവ ഉണ്ടായതിനാൽ വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ കൂടുതൽ പ്രവൃത്തി ആരംഭിക്കാനാവൂ എന്ന് കരാറുകാരൻ പറഞ്ഞു. 19 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാൻ ലക്ഷ്യമിടുന്ന കുളത്തിൻ്റെ നവീകരണത്തിന് 57 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പൊതുവെ വേനൽക്കാലത്ത് ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന കരിമ്പം പ്രദേശത്തെ ജലനിരപ്പ് ഉയർത്താനും ഫാമിലെ കൃഷി ആവശ്യങ്ങൾക്ക് പമ്പ് ഹൗസ് സ്ഥാപിച്ച് വെള്ളം കൊണ്ടുപോകാനുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ജില്ലാ കൃഷി ഫാം സൂപ്രണ്ട് KP രസ്ന പറഞ്ഞു. കരിപ്പത്ത് കോവിലകത്തെ ഉദയവർമ്മ രാജാവിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട കുളം നവീകരിക്കുന്നതോടെ കോവിലകത്തിൻ്റെ ഭാഗമായി ഇന്നും ഫാമിനകത്ത് അവശേഷിച്ചിട്ടുള്ള കിണറും മറ്റ് അവശിഷ്ടങ്ങളും ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പൊതുപ്രവർത്തകൻ ആനപ്പള്ളി ഗോപാലിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിലേക്ക് നിവേദനം നൽകിയിട്ടുണ്ട്.